ഹായ് വെൽക്കം ബാക്ക്. നമ്മളെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മീൻ വെട്ടിക്കഴിഞ്ഞാൽ കയ്യിലുണ്ടാവുന്ന സ്മെല്ല്. പ്രത്യേകിച്ചും മത്തി പോലുള്ള മീനൊക്കെ ആണെങ്കിൽ അത് വെട്ടിക്കഴിഞ്ഞാൽ കയ്യിലൊരു വല്ലാത്ത സ്മെല്ലായിരിക്കും. ചിലപ്പോൾ സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ പോലും പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്ത് സ്മെല്ല് വേണമെങ്കിലും കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞാൽ കൈ നമ്മളൊന്ന് ജസ്റ്റ് കഴുകിയെടുത്താലോ അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്മെല്ലുണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ലായതുകൊണ്ട് നമ്മുടെ കൈയുടെ ഒരു നഖത്തിൻ്റെ ഇടയിലും ആ ഒരു വിരലിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടായിരിക്കും ഇത്രയും വലിയ സ്മെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അടുത്തോട്ടൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്തോട്ടൊക്കെ പോകാൻ തന്നെ ഒരു മടിയായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെപ്പോഴും കഴുകുന്ന പോലെ ഒരു ഹാൻഡ് വാഷ് ഇട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കൈ. അപ്പോൾ ഹാൻഡ് വാഷും ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പ് എടുക്കുന്നവരാണെങ്കിൽ സോപ്പ് എടുക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നന്നായിട്ട് തേച്ചൊന്ന് കഴുകണം, എല്ലാവരും എപ്പോഴും കഴുകുന്ന പോലെ. അപ്പോൾ നമ്മുടെ കൈയുടെ ആ ഒരു മുൻകൈ മാത്രമല്ല, കൈയുടെ കുറച്ച് ആ വളയൊക്കെ ഇടുന്ന ഭാഗമില്ലേ, അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകണം. പിന്നെ ഇങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഈ മോതിരം പോലെയുള്ള യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ഊരിയിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നവർ ആ മീൻ വെട്ടുന്ന സമയത്ത് അത് ഒഴിവാക്കണം. അല്ലാത്തവർ കഴുകുന്ന സമയത്ത് ആ മോതിരമൊക്കെ ഒന്ന് ഊരിയിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ കഴുകിയതിന് ശേഷം നന്നായിട്ടൊരു തോർത്ത് കൊണ്ടൊരു തുടയ്ക്കുവാണ്. നന്നായിട്ട് വെള്ളം പിടിക്കുന്ന ഒരു തുണി കൊണ്ട് അത് നന്നായിട്ടങ്ങ് തുടയ്ക്കുക. തുടച്ചതിന് ശേഷമാണ് ഒരു ടിപ്പ് ചെയ്യേണ്ടത്. ഞാനിപ്പം ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള 3 രീതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ആദ്യം ഹാൻഡ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് കൈ ഒന്ന് തുടയ്ക്കണം. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ എടുത്താലും മതി. അപ്പോൾ ഏതെങ്കിലും ഓയിൽ വെച്ചിട്ട് കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുക്കണം. ആ ഒരു സ്മെല്ലെല്ലാം പോകാൻ വേണ്ടി വളരെ നല്ലതാണ്. വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ ഏതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാനിതാ കൈ നന്നായിട്ടൊന്ന് ഈ ഓയിൽ വെച്ച് മസാജ് ചെയ്യുവാണ്. നമ്മൾ സ്ഥിരമായിട്ട് കൈ ഓയിലിട്ട് മസാജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലതാണ്. കൈയൊക്കെ ഡ്രൈ ആയിട്ട് ഏജ് തോന്നുന്ന രീതിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മസാജ് ചെയ്യുവാണെങ്കിൽ, കുളിക്കുമ്പോൾ തന്നെ മസാജ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഒന്ന് പുറവും അകവും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകിക്കളയാം. ഓയിലിൻ്റെ ആ ഒരു ഇത് കഴുകിക്കളയാം. അപ്പം ഇതൊരു ടിപ്പാണ്. നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം ഓയിലിട്ട് മസാജ് ചെയ്ത് ഒന്നും കൂടി ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക. അപ്പോൾ ഒരുവിധം മീനിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനത്തെ ഒരു കഴുകൽ കൊണ്ട് മാറുന്നതാണ്, നന്നായിട്ട് മാറുന്നതാണ്. പിന്നെ ചില സമയത്ത് മത്തി പോലുള്ള മീനൊക്കെ ഒട്ടും തന്നെ സ്മെല്ല് മാറില്ല. അല്ലെങ്കിലും ഇതിപ്പോൾ ഈ ഓയിലിട്ട് തടവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ചെയ്താൽ മതിയാവും സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാരങ്ങ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങയുടെ തൊലി ആയാലും മതി കേട്ടോ, നാരങ്ങ അകത്ത് ഉണ്ടാവണമെന്നില്ല. അത് വെച്ചിട്ട് ഒന്നീ പുറമേ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് കയ്യിലോട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് ആ ജ്യൂസ് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാം. ഇപ്പം ഞാൻ കുറച്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ നാരങ്ങയുടെ ജ്യൂസ് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കയ്യിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റലായിരിക്കും കൈ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് കഴുകാം. പിന്നെ നമ്മൾ ഓൾറെഡി ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതാണെങ്കിൽ ഒന്നും കൂടി കഴുകണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് കഴുകുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയായാലും മതി. അപ്പം അങ്ങനെയാണെങ്കിലും സ്മെല്ല് പോകും. ഇനി അടുത്തൊരു ടിപ്പ് പറയുന്നത് കോഫി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് കോഫിയുടെ പൗഡർ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് ഇനി എത്ര സ്മെല്ലാണെന്നുണ്ടെങ്കിലും ഈ കോഫി പൗഡർ ഇട്ട് കഴുകുകയാണെങ്കിൽ പോവും. അത്രയ്ക്ക് നല്ലതാണ്. ആദ്യം ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ട് കൈ കഴുകാൻ. കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. കൈ ഒന്ന് നനച്ചതിന് ശേഷം കോഫി പൗഡർ എടുത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ആ കോഫിയുടെ സ്മെല്ല് ആ കൈയുടെ പുറമേയും അകമേയും വിരലിൻ്റെ ഇടയിലും ഒക്കെ ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. എവിടെയൊക്കെ കോഫിയുടെ സ്മെല്ല് കറക്റ്റ് കോഫിയുടെ പൗഡർ പിടിക്കുന്നുണ്ടോ അവിടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് പോകും. നമുക്ക് ആ മീൻ വെട്ടിയ കൈയാണെന്നും പോലും മനസ്സിലാവില്ല. അത്ര രീതിയിൽ പോയിട്ട് ഒരു കോഫിയുടെ മണമായിരിക്കും പിന്നെ കയ്യിൽ. അപ്പോൾ കോഫിയുടെ മണം നല്ലൊരു സ്മെല്ലാണല്ലോ.
അപ്പോൾ അതാ കോഫി നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ഒന്നൊന്ന് കൈ കഴുകി എടുത്താൽ പോകും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.